കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ കേസ്. ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 692 പേരെയും പ്രതി ചേർത്തു. പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടില്ലെന്ന എസ്പിയുടെ വാദം തള്ളി കോൺഗ്രസ്. ഷാഫി പറമ്പിൽ എംപിക്ക് നേരെ ലാത്തി വീശുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. IG ഓഫീസിന് മുന്നിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം. കൊച്ചിയിൽ ദേഹത്ത് കരിയോയിൽ ഒഴിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ED നോട്ടീസ് അയച്ച വിവരങ്ങൾ പുറത്ത്. നോട്ടീസ് അയച്ചത് ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടെന്ന് വിവരം. സമൻസ് അയച്ചത് 2023 ക്ലിഫ് ഹൌസിന്റെ വിലാസത്തിൽ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം പോയ സംഭവത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നോട്ടീസ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനും നിർദ്ദേശം. ചോദ്യം ചെയ്യൽ തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത്. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ കണക്കെടുപ്പിനായി ഹൈക്കോടതി നിയമിച്ച ജസ്റ്റിസ് KT ശങ്കരൻ ശബരിമലയിൽ. സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തും. ദ്വാരപാലക ശില്പത്തിലെ പാളികൾ നാളെ പരിശോധിക്കും. തേയിലക്കൊളുന്തിന്റെ വിലക്കുറവും രോഗബാധയും മൂലം പ്രതിസന്ധിയിലായി ഇടുക്കിയിലെ കർഷകർ. തേയിലപ്പൊടിക്ക് വില കുതിച്ചുയരുമ്പോഴും കൊളുന്തിന് വില കുറയുന്നത് തിരിച്ചടി. പരിഹാരം കണ്ടെത്താൻ ടീ ബോർഡ് ഇടപെടുന്നില്ലെന്നും കർഷകരുടെ പരാതി. ചൈനയ്ക്ക് 100% അധിക തീരുവ ചുമത്തി അമേരിക്ക. നവംബർ 1 മുതൽ അധിക നികുതി പ്രാബല്യത്തിൽ. സോഫ്റ്റ്വെയർ കയറ്റുമതിയിലും നിയന്ത്രണം. ചൈനീസ് പ്രസിഡന്റുമായി തീരുമാനിച്ച ചർച്ചയിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ്.